പുതിയൊരുക്ക് എല്ലാവർക്കും സാധാരണ നമ്മൾ ഇന്ന് ഗൈസ് വൈ സിറ്റിയും കാര്യം പോലെ തന്നെയൊക്കെ സ്റ്റോറി മോഡ് കളിക്കാനായിട്ട് പോവുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് അറ്റ് ദ വൈ സിറ്റി. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ എന്തുവാന്ന് നോക്കാം ഗൈസ്. അപ്പം ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരുക്ക് എല്ലാവർക്കും സാധനം ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൈസ് വൈ സിറ്റി കളിക്കാനാണ് ഗൈസ്. ഞാൻ പറയാൻ മറന്നുപോയി സുഹൃത്തുക്കളെ. നമ്മളിവിടെ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, ഞാൻ എന്തിനാണ് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, എൻ്റെ അമ്മ എന്ന കേസ് ഒന്ന് ആക്സിഡൻ്റ് ആയി ഗൈസ്. എൻ്റെ അച്ഛൻ്റെ കൂടെ ആയിരുന്ന അമ്മ അച്ഛനായിരുന്ന ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി അമ്മേൻ്റെ ബാക്കിൽ കൊണ്ട് പോയായിരുന്നു ഗൈസ്. നീട് വന്ന് ഗൈസ് ഒരു പടക്കെന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ട് അമ്മയുടെ കാലൊടിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് ഗൈസ്, അമ്മ വരുന്ന കാത്ത്. ഗൈസ് അപ്പൂപ്പനും അമ്മൂമ്മയും ഇതാ പോണ്. അമ്മൂമ്മ ഇനിയിപ്പം നടന്ന് വീട്ടിലൊക്കെ പോകാൻ അറിയാലോ. പൂക്കാണോ ഓട്, ഇനിയിപ്പോൾ ഞാൻ നടന്ന് വീട്ടിലോട്ട് പൊക്കോളാം. അങ്ങനെ കാലുവേല. ഇനിയിപ്പം അമ്മൂമ്മ ചേച്ചി പോയി അവിടെ വീട്ടിലൊക്കെ കിടന്ന് റെസ്റ്റൊക്കെ ഇടും. അപ്പൂപ്പ ഇങ്ങനത്തെ ഒരു ചതി വേണ്ടായിരുന്നു. ക്യാമറമാനായിട്ടും ഇത്ര ചതി വേണ്ടായിരുന്നു കേട്ടോ. ക്യാമറമാൻ ഫോട്ടോ എടുക്കാൻ പോയാൽ മതിയായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് അമ്മൂമ്മേനെ കൂടെ വിളിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോയെന്തിനി? അമ്മൂമ്മയ്ക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ടെന്ന് അറിഞ്ഞൂടെ? അമ്മൂമ്മ നേരത്തെ പറഞ്ഞ് ഫോട്ടോ എടുക്കണ്ടെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇനിയിപ്പം ഞാൻ വിട്ടിരിക്കുന്നു. പോ. ഓക്കെ ഗൈസ്, കുറേ കാര്യങ്ങൾ വേറെ സ്ഥലത്തുണ്ടായിരുന്നു. ഓക്കെ, ഗൈസ് ഫോൺ അടിക്കുന്നത് ഗൈസ്, ഞാൻ ഒന്ന് എടുത്തു നോക്കട്ടെ. ഹലോ രാമേശ്വരനെ, ഇവിടെ ഒരു കോരി വിട്ടടോ, ഇവിടെ പെട്ടിരിക്കാണ്. എന്തെന്ന് വിചാരിച്ചാലേ ഇവിടെ എൻ്റെ അച്ഛനില്ലടോ, പെട്ട് മരിച്ചൂടോ. ഇവിടെ ഇങ്ങനെയാടാ ഇത്രയും പെട്ടത്, അങ്ങനെ മരിച്ചു. ഇവിടെ ഒങ്ങനെയൊക്കെ മരിച്ചൂടോ. ഇവിടെ എന്താണെന്ന് ഒരു എത്തുപിടിയില്ല. രാവിലെ എണീറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ്, പിന്നെ ഒന്നും കാണാനില്ല അച്ഛനാ. പിന്നെ നമ്മൾ വേറെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കില്ലേ ആരാ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ച്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചേ, നിങ്ങൾ അച്ഛൻ ഇപ്പം അവിടെ ഒരു വണ്ടിയിൽ അങ്ങനെ മരിച്ചു കിടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പം നിൻ്റെ അച്ഛൻ റോട്ടിൻ്റെ നടുക്ക് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് വന്ന നിൻ്റെ അച്ഛൻ റോട്ടിൻ്റെ നടുക്ക് വീണ് കിടക്കുന്നു. ഞാൻ പോയി നോക്കിയപ്പോൾ ഇല്ലടോ, അച്ഛൻ എടാ എന്ത് പരിപാടിയാണെന്ന് ഒരെത്തും പിടിയില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് മോനെ? എടാ നീ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഇത്രയും കാര്യം ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അങ്ങനെ അയാൾ തന്നെയാണ് കൊന്നത്. ഇതൊക്കെ ഭയങ്കര ഡൗട്ടായിട്ട് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നത്. നിനക്ക് ഡൗട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും കില്ലേഴ്സ് വന്നായിരിക്കും. അല്ലാതെ ഇത്ര പെട്ടെന്ന് സ്കൂട്ടിയിൽ നിന്ന് വീണ് മരിക്കാൻ സാധ്യതയില്ല. സ്കൂട്ടിയിൽ നിന്ന് വീണിട്ട് മരിക്കൂല, ചെറിയ മുറിവൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വളവിലെങ്കിലും അല്ലേ വീണിട്ട് മരിക്കേണ്ട. അല്ല വളവിലല്ലല്ലോ, സ്ട്രെയിറ്റ് റോഡല്ലേ. ഊടോ. ഞാനില്ലേ നിൻ്റെ വീട്ടിലോട്ടോ കാര്യങ്ങളോ ഒന്ന് വരാം. നീ വെയിറ്റ് ചെയ്യടാ, ഞാൻ ഇപ്പം വരാം. കേസ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ്. ഈ ആംബുലൻസ് എൻ്റെ സ്വന്തമാണ് കേസ്. ഓക്കെ, ഞാൻ ചിലപ്പോഴൊക്കെ ആംബുലൻസ് ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്യും. എനിക്കൊരു പണിയില്ലാത്തതുകൊണ്ട് കേസ്. ഓക്കെ, അതുകൊണ്ട് നമ്മളെ ആംബുലൻസ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ആംബുലൻസ് എടുത്തുകൊണ്ട് നമ്മളെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ് കേസ്. എന്താണ് ഒരു പരിപാടി നമുക്ക് അറിഞ്ഞുകൂടാ കേസ്, എന്താണ് നടന്നത്. ഓക്കെ, അതൊന്നും അറിഞ്ഞുകൂടാ ഗൈസ്. ഓക്കെ, അപ്പം അവൻ ഫോണിൽ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. അവൻ മരിച്ച കാര്യം പറഞ്ഞോളൂ. അവൻ പിന്നെ പറഞ്ഞത് എൻ്റെ അടുത്ത്, എടാ എനിക്ക് ഒരു കാര്യം കൂടെ എൻ്റെ അടുത്ത് പറയാനുണ്ടെന്നാണ്. ഓക്കെ, എടാ നീ ഒന്ന് വീട്ടിൽ വാ, എന്നാലേ ആ കാര്യങ്ങൾ പറയാൻ പറ്റൂ. അതെനിക്ക് ഇച്ചിരി നിന്നെ അടുത്ത് കണ്ടു വേണം പറയാനെന്ന് പറഞ്ഞ്.
അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അവൻ്റെ ഹോസ്റ്റലിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അവൻ തന്നെ ഒരു വലിയ പണക്കാരനാണ് ഗൈസ്. ഞാൻ അവൻ്റെ വീട്ടിൻ്റെ അകത്തൊന്ന് കയറി നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഞാൻ സംസാരിച്ചിട്ടൊക്കെ വരാം ഗൈസ്. ഈ ഹോസ്റ്റലിൽ കയറിയിട്ട് ഗൈസ് ഇതൊരു വലിയ അവന് മാത്രം വേണ്ടിയുള്ള ഒരു ഹോസ്റ്റലാണ്. ഇത് കയറി പോയി സംസാരിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാനായിരുന്ന ഗൈസ് അവൻ്റെ കൂടെ സംസാരിച്ചിട്ടും കാര്യങ്ങളും തന്നെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗൈസ് ഞാൻ വന്നപ്പം എന്തുവാ അവൻ പറഞ്ഞത് ഗൈസ്, എടാ ഞാൻ പറയാനുള്ള കാര്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എടാ സത്യത്തിലുള്ളടാ നമ്മളുടെ എന്തുവാ ഇങ്ങനെയാണ് അവൻ പറഞ്ഞത്. നമ്മളുടെ ഇന്നലെയായിട്ട് ഒരു അപകടം നടന്നിട്ടുണ്ട്. ഒരാളിങ്ങനെ വന്നിട്ട് നേരെ പെട്ടെന്ന് ഒരാളിനെ ഇങ്ങോട്ട് കൊല്ലുന്നു. ആ ആളിനെ കണ്ടിട്ട് എന്തുവാ എൻ്റെ അച്ഛൻ്റെ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് തന്നെ അച്ഛനൊന്ന് മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അച്ഛൻ ഒരുമാതിരി വീണ രീതിയിലൊക്കെ ഇങ്ങനെ വരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ചോദിച്ചു എന്തിനാണ് പ്രശ്നം അച്ഛാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ ഒരു പ്രശ്നമല്ല മോനെന്ന്. പക്ഷേ അതിലും ഇങ്ങനെ മുറിവ് കൊടുത്തിട്ട് മാത്രമേ പോണുള്ളൂ ആ സീരിയൽ കില്ലർ. ഓ അങ്ങനെയാണല്ലേടാ, ഞാൻ അങ്ങോട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞേ. അപ്പോഴത്തേക്കില്ല അവൻ പറഞ്ഞ് എടാ ഇനിയിപ്പോൾ അതെങ്ങാനും ആണ് അവനെങ്ങാനും ആണ് എൻ്റെ അച്ഛനെ കൊന്നത് എന്നൊക്കെ അവൻ പറഞ്ഞു കേട്ടോ ഗൈസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഒന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഗൈസ്. ഞാനൊരു സെർച്ചിങ് മാനും കൂടെ ആണ്. അപ്പോൾ ഞാനടുത്ത് വണ്ടി എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് വിടുന്നുണ്ട് ഗൈസ്. അപ്പം ഇവൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, രാമെന്നാണ് ഈ പേര്. അപ്പം രാമിൻ്റെ സ്റ്റോറിലോട്ട് നീ ഒന്ന് പോയിട്ട് വാ. രാമിൻ്റെ ടൂൾ സ്റ്റോപ്പിൽ അവിടെ ചെന്നിട്ട് നീ രാമിൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ച് നോക്ക്. ഇങ്ങനെ വല്ലതുമായിട്ട് അറിഞ്ഞാന്ന്. രാം ചേട്ടാ ഇടോ മോര്, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ രാമേശ്വരൻ്റെ അച്ഛനെ അറിയാവോ? അറിയോ? രാമേശ്വരൻ്റെ അച്ഛനില്ലേ ഈ ഇടയ്ക്കായിട്ട് മരിച്ചു. മരിച്ചോ? മരിച്ചു. അപ്പം രാമേശ്വരൻ്റെ അച്ഛൻ ഒന്ന് നല്ല പ്രശ്നത്തിലാണ്, ഇപ്പം മരിച്ചിട്ടുണ്ട്. അപ്പം ഒരു പ്രശ്നമുണ്ട്. ഇന്നലെയായിട്ടൊരു സീരിയൽ കില്ലിങ് നടന്നിട്ടുണ്ടായിരുന്നു. രാമിൻ്റെ അച്ഛനെ പോലത്തെ രാമേശ്വരൻ്റെ അച്ഛനെ പോലത്തെ ഒരു ആള് എന്തുവാ അതും ഒരു സ്കൂട്ടർ ഓടിച്ച് പോയപ്പോഴത്തേക്കും അയാളെ ഒരു കില്ലർ ഒന്ന് കൊന്ന്. അതൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓ അപ്പം നിങ്ങൾക്ക് വല്ലോ പറയാനുണ്ടോ? നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇത് ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഗൈസ് ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ രാമേശ്വരൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ ചോദിച്ചു ഗൈസ്, ഇവൻ്റെ അടുത്ത് ചോദിച്ച് ഞങ്ങൾ കേട്ട് കാണും. ഞാൻ രാമിൻ്റെ അടുത്ത് ചോദിച്ച് ഞങ്ങൾ കേട്ട് കാണും. പക്ഷേ രാമിന് ഒരു മറുപടി ഇല്ല. എന്താണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ഒരു എത്തും പിടിയില്ല. എടാ രാമേശ്വരൻ വിളിക്കുന്നു. രാമേശ്വരൻ എന്താ ഒരു പറഞ്ഞു നമ്മളില്ലേ ഒരു കൂട്ടുകാരെ കുത്ത് പറഞ്ഞ് ഇങ്ങനെ നിന്റെ അച്ഛൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോണ കണ്ട്. അപ്പോഴത്തേക്കും ഒരു സീരിയൽ കില്ലർ വന്ന് നിന്റെ അച്ഛനെ കൊല്ലുന്ന കണ്ട്. ആ സീരിയൽ കില്ലറിൻ്റെ ലൊക്കേഷൻ എനിക്ക് ഇപ്പം എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഞാൻ കട്ട് ചെയ്ത്. എന്നിട്ട് എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്ന്. നീ അവനെ പോയിട്ടൊന്ന് കൊല്ലൂ. എന്താ അങ്ങനെയൊന്നും വേണ്ട. എടാ എന്നാലും നമുക്ക് നമ്മളെ അച്ഛനെ കൊന്നില്ലേ? അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ പരിപാടി ചെയ്യടാ. നീ പെട്ടെന്ന് നീ ലൊക്കേഷനായാ ഗൈസ്. റിയലിലും ആ സീരിയൽ കില്ലർ തന്നെയാണ് ഗൈസ് നമ്മളെ അച്ഛനെ കൊന്നത്. ഗൈസ് അപ്പം നമ്മളെ അച്ഛനല്ല രാമേശ്വരൻ്റെ അച്ഛനെ കൊന്നത്. അപ്പം നമുക്ക് നീര് പറപ്പിച്ച് വിടാൻ ഗൈസ്. നമുക്ക് രാമേശ്വരൻ്റെ അച്ഛനെ കാര്യങ്ങളൊക്കെ രക്ഷിക്കണം. എന്തായാലും നമ്മൾ ഈ ജോബ് ഏറ്റെടുക്കും ഗൈസ്. എന്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമ്മളെ രാമേശ്വരൻ്റെ അച്ഛൻ ആണ് ഗൈസ് കൊന്നിരിക്കുന്നത്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ. ഓക്കെ, നമ്മളെ രാമേശ്വരനായിരുന്ന ഗൈസ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ആളുടെ. ഓക്കെ ഗൈസ്, ഇവിടോട്ടാണ് ഗൈസ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഓക്കെ ഗൈസ്, വരി ഒന്ന് തെറ്റിപ്പോയി ഗൈസ്. ഇവിടെയല്ല ഗൈസ് ലൊക്കേഷൻ കാണിക്കുന്ന ഗൈസ്. ഇവിടെയാണല്ലോ ലൊക്കേഷൻ കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങി നോക്കട്ടെ, വെയിറ്റ് ചെയ്യേ
ഗൈസ് ഇതിൻ്റെ അകത്തോട്ടാണ് ഗൈസ് ലൊക്കേഷൻ കാണിക്കുന്ന. ഗൈസ് ഈ ആളെന്നാണ് ഗൈസ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഡേ കൊള്ളൻ ഈ ആളാണല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ രാമേശ്വരൻ്റെ അച്ഛനെ കൊന്നത്. കള്ളോ നീ ആയിരുന്നെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലടോ. കൊള്ള നിന്നെ ഞാൻ ഇന്ന് വിടൂലടാ. ഗൈസ് നമ്മളെ ഈ മെക്കാനിക്കായിരുന്നു ഗൈസ് നമ്മളെ രാമേശ്വരൻ്റെ അച്ഛനെ കൊന്നത്. എൻ്റെ പൊന്നു ഞാൻ ഇതുവരെയായിട്ടും ഇത്രയും പെട്ടിരിക്കുന്ന ജോബാണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മൾ കൊന്നതിൻ്റെ അറിവിനും കാര്യങ്ങളും തന്നെയൊക്കെ പോലീസ് വന്നിട്ടുണ്ട്. എനിക്ക് ഒരെത്തും പിടിയില്ല ഗൈസ്. എന്നെ കൊല്ലാനായിട്ട് പോലീസൊക്കെ വരുന്നുണ്ട് ഗൈസ്. എനിക്ക് ഒരെത്തും പിടിയില്ല. ഞാൻ ഇങ്ങനെ ഒരു സീരിയൽ കില്ലറിൻ്റെ ആണ് ഗൈസ് കൊന്നത്. സീരിയൽ കില്ലറിനെ ഇവൻ നേരത്തെ ഒരു സീരിയൽ കില്ലറാണെന്ന് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഗൈസ്. ഇവൻ ഇത്രയും വലിയ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് ഒരെത്തും പിടിയില്ലായിരുന്നു ഗൈസ്. ഞാൻ നേരെ വണ്ടി എടുത്ത് പറപ്പിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ്. എന്നെ എല്ലാവരും വളഞ്ഞ് അതിന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യും മോനെ. എടാ രാമേശ്വരാ നിൻ്റെ അടുത്താടാ ഞാൻ പറയുന്നത്. എടാ നീ ഇത്രയും നേരം ഫോൺ കോളിലുണ്ടായിരുന്നാ? ഇതെല്ലാം നീ അറിയണോ? ഊടോ പക്ഷെ ഒരു കാര്യം കിട്ടോ, നീ നേരെ സ്കൂട്ടായിക്കോ, നല്ലോണം സ്കൂട്ടായിക്കോ പോലെ നീ പേടും. ആർമിക്കാർ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത്ര ഒരു അവിടുത്തെ ലോകത്തെ കിഡിലും ആളിനെയാണ് നീ ഇപ്പോൾ കൊന്നത്. എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സത്യത്തിൽ ഒരു സീരിയൽ കില്ലറാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴില്ലേ നമ്മളുടെ ഇതില്ലേടാ നമ്മൾക്ക് ഇത്രയും വലിയൊരാളിനെ കൊല്ലണമെന്ന് തോന്നാം. അവനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കിഡിലും ഒരു വലിയ ആളായിട്ടാണ്. അവൻ്റെ വീടൊക്കെ തന്നെ കാണണം. വലിയൊരു വീടാണ്. അതുകൊണ്ടാണ് പ്രശ്നം. നമ്മളില്ലേ എന്തായാലും നീ രക്ഷപ്പെട്ടേ പറ്റൂ മോനെ. എന്തായാലും നീ രക്ഷപ്പെട്ടേ പറ്റൂ. അത്രയും വലിയ ആളിനെയാണ് നീ കൊന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എൻ്റെ അച്ഛനായതുകൊണ്ട് ഞാൻ പറയുന്നു, എടാ നീ അവനെ എന്തായാലും കൊന്നത് നന്ദിയുണ്ട്. ഓക്കേടാ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു കാര്യമുണ്ടടാ, ഞാൻ ഇത്രയും കൊന്നതിന് എൻ്റെ പിറകെ പോലീസുണ്ട്. നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എൻ്റെ വണ്ടിയായിരുന്നു ഇപ്പോൾ പുകയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പൊട്ടാനുള്ള രീതിയിലാണ് ആ വണ്ടി നിൽക്കുന്നത്. പൊട്ടിയാളാ വണ്ടി. എടാ മോനെ പൊട്ടാനായിട്ടുണ്ട് വണ്ടി. മാറിന്നോടാ മോനെ. എടാ പോലീസേ എന്നെ കൊന്നാലും ഞാൻ വിടൂലടാ കള്ള പോലീസേ. എടാ ഇത്രയും വലിയ കില്ലറിനെ ഉണ്ടടാ ഞാൻ കൊന്നത്. നീ എങ്കിലും ടാങ്കിയെങ്കിലും പറയടാ പോലീസേ. പക്ഷേ എനിക്കൊന്നും അറിഞ്ഞൂടാ അത് ഒരു കില്ലറാണെന്ന്. ഓ പെട്ട് ഗൈസ് പെട്ട്. ഓ പോലീസ് പോലീസ് പോലീസ്. എടാ പെട്ട് ഗൈസ്. അയ്യോ ഗൈസ് പോലീസ് ഇവിടെ മൊത്തം കൂടിയിരിക്കുകയാണ് ഗൈസ്. അത്രയും കിട്ടിലും ഓൺലൈനാണ് ഗൈസ് നമ്മളിപ്പോൾ പറപ്പിച്ച് വിട്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു ഇത്ര കേസാവുന്ന പോലും ഞാൻ വിചാരിച്ചിട്ടല്ലാതെയാണ് ഗൈസ് ഇത്രയും കിടിലം പണിക്ക് പോയിരിക്കുന്ന ഗൈസ്. എല്ലാവരെയും ഞാൻ അടിച്ചൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് പറപ്പിച്ച് പോകുന്നുണ്ട് ഗൈസ്. ഇനി ഒന്നും പറയാനായിട്ട് പറ്റൂല. ഭയങ്കര പോലീസ് സ്റ്റേഷൻ ആണ്. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഗൈസ് 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 പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്. നമ്മളില്ലേ ഗൈസ് ഇത്രയും നാൾ നമ്മളെ വൈസിറ്റിയിലെ എൻ്റെ ബോസ്സായിരുന്നു ഗൈസ് ആ മരിച്ചത്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൈസ് ബോസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പണിയൊക്കെ തരുന്നത്. എനിക്ക് ഒരു കുറേ പണിയൊക്കെ ഇങ്ങനെ തരും എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി. അത്രയും പണിയൊക്കെ തരുന്ന ഒരു ബോസും കൂടെയാണ് ഗൈസ് മരിച്ചത്. രാമേശ്വരൻ്റെ അച്ഛൻ എൻ്റെ ഒരു ബോസും കൂടെയാണ്. അതുകൊണ്ടാണ് ഗൈസ് ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ നമുക്ക് രാമേശ്വരൻ്റെ അച്ഛനെ കൊന്നവരെ വിടാനേ പറ്റൂല ഗൈസ്. എന്തായാലും എൻ്റെ കട്ട ചങ്ങാണ് ഗൈസ് നമ്മളെ രാമേശ്വരൻ്റെ അച്ഛൻ. കട്ട ചങ്ങെന്ന് വിചാരിച്ചാൽ രാമേശ്വരനും കട്ട ചങ്ങാണ് ഗൈസ്. എല്ലാവരും കട്ട ചങ്ങാണ്. ഓക്കെ ഗൈസ് നമ്മൾ ആരെയും വിട്ടു കൊടുക്കൂല ഗൈസ്. രാമേശ്വരൻ്റെയും രാമേശ്വരൻ്റെ അച്ഛനെ തൊട്ടാ എടാ നീ ഇവിടെ ഫുള്ള് ബ്ലോക്ക് ചെയ്തോടാ. ഞാൻ പുറപ്പിച്ച് വിടൂടോ കൊള്ളോ ഗൈസ്. ഇവിടെ ഫുള്ള് പരിപാടി നടക്കുകയാണ്. എന്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമ്മളെന്ന് വിചാരിച്ചാലും ഒരു കുറേ കംപ്ലയിൻറ്റ്സ് ഒക്കെ എനിക്കും വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഞാൻ ഇവിടെ പറപ്പിച്ച് വിടുകയാണ്. എനിക്ക് നല്ല പ്രൊഫഷണൽ സ്കില്ലുള്ളതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്നെ എന്തായാലും ഗൈസ് പോലീസ് പിടിക്കും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത് ഗൈസ്. ഇത്രയും പോലീസുകൾ എന്നെ വളഞ്ഞ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗൈസ് നിങ്ങളെങ്കിലും വിചാരിച്ചു ഗൈസ്. ഇത്രയും പോലീസുകൾ നിങ്ങളെ വളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും ഗൈസ്. ഗൈസ് എൻ്റെ വണ്ടി കമന്ന് ഗൈസ് വണ്ടി പൊട്ടുകയും ചെയ്തു ഗൈസ്.
ഐ ഡെഡ് ഗൈസ്. ഗൈസ് എന്നെ പോലീസുകൾ ഗൈസ് കൊന്ന്. പക്ഷെ ഗൈസ് എനിക്ക് പിന്നെയും വരാനുള്ള ഒരു ഇതുണ്ട് ഗൈസ്. അതുകൊണ്ട് എനിക്ക് അത്രയും വലിയ ഇതൊന്നും അല്ല ഗൈസ് കൊണ്ടത്. എനിക്കൊരു ബോംബിൻ്റെ സ്ഫോടനമാണ് ഗൈസ് നടന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ രാമേശ്വരൻ്റെ അച്ഛനെ ഗൈസ് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ.